എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ എൻ്റെ വീട്ടിൽ വന്നതേനു. അപ്പം മക്കൾക്കെല്ലാം നിർബന്ധം ആലു പറാട്ട വേണമെന്ന്. എന്നാൽ പിന്നെ ഉണ്ടാക്കാം, അന്നേരം ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത് വളരെ നല്ലൊരു സാധനം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങിക്കൂടെ? നമുക്കതിന് വേണ്ടുന്ന എന്തെല്ലാം നോക്കാം. ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടി. 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 1/2 ടീസ്പൂൺ അജ്വൈനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേപോലെ മാവ് നല്ലോണം കുഴച്ച് 1/2 മണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അജ്വൈൻ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറാട്ടേൻ്റെ ഉള്ളിൽ വെക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഗ്യാസ് പിടിക്കാണ്ടിരിക്കാൻ വളരെ നല്ലൊരു സാധനമായത്. അപ്പം ഇത് നമുക്ക് കുഴച്ച് ഇതിൽ നിറച്ച് ചുട്ടെടുക്കാം. അതിന് ആദ്യം ഇതെല്ലാം നല്ലോണം ഉപ്പും അജ്വൈനും മാവിൻ്റെ എല്ലാ ഭാഗത്തും മിക്സാക്കി എടുത്തതിന് ശേഷം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തി മാവിൻ്റെ അതേ പദത്തിൽ കുഴച്ചെടുക്കാം. കുഴച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പേ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ, അത് എന്തെണ്ണയായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് തടവിയിട്ട് ഒരു ഭാഗത്ത് അത് അവിടെ ഇരിക്കട്ടെ. ഇനി മസാലയ്ക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. അതിന് ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മുറിച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ഇഞ്ചി 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിയില എല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണേ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പക്ഷേ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെയോ ഇതിലെടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും എല്ലാം കൂടെ നല്ലോണം ഉപ്പും ചേർത്ത് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്തിട്ട് അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ. എന്നിട്ട് മാവ് നമുക്ക് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാവ് നല്ലോണം പരത്തി സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിൽ കുറച്ച് വലുപ്പത്തിൽ ഉരുട്ടി അതിൻ്റെ കണ്ടില്ലേ അറ്റം മാത്രം നല്ലോണം കട്ടി കുറച്ച് പരത്തിയെടുക്കാം. കൈ കൊണ്ട് ഇതുപോലെ പരത്തിയിട്ട് പിന്നെ കോല് വെച്ച് ഒന്ന് നല്ലോണം പരത്തിയെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പണ്ടം നിറച്ച് സാധാരണ ചപ്പാത്തി പോലെ പിന്നെയും ഒന്നും കൂടെ പരത്തി, അധികം കട്ടി കുറക്കണ്ട കേട്ടോ, കുറച്ച് ഒത്ത പോലത്തെ കട്ടിയിൽ പരത്തി ചുട്ടെടുത്താൽ വളരെ എളുപ്പം കഴിയുന്നൊരു സാധനമായിരുന്നു. ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം പരത്തിയെടുക്കാം. അധികം പരത്തണ്ട, പരത്തിയാൽ പൊട്ടിപ്പോവും. എന്നിട്ട് നല്ലോണം തിരിച്ചും മറിച്ചിട്ട് ഇതിന് വേറെ പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് തൈരും പിന്നെ സോസും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.